ഇയാളുടെ ഹാർട്ട് പെട്ടെന്ന് പുറത്തേക്ക് തള്ളി വന്ന് കാർട്ടൂണിൽ കാണുന്നത് പോലെ വലിയ ശബ്ദത്തിൽ ബീറ്റ് ചെയ്യുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നതിനുള്ളിൽ അയാൾ ഹൃദയം പൊട്ടിത്തെറിച്ച് മരിക്കുന്നു. അതേസമയം ഓഫീസർ സാമും ഓഫീസർ ഡീനും അയാളുടെ ബോഡി കണ്ട് ഷോക്കാവുന്നു. കാരണം ഇവർ ഇതുവരെയും ഇങ്ങനെയൊരു കേസ് കണ്ടിട്ടേയില്ല. എന്നാൽ വൈകാതെ തന്നെ ഇതുപോലെ വീണ്ടും ഒരു സ്ട്രേഞ്ചായ ഇൻസിഡന്റ് നടക്കുന്നു. ഒരാൾ ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് ചാടാൻ പോകുമ്പോൾ കാർട്ടൂൺസിൽ വരുന്നത് പോലെ എയറിൽ നിൽക്കുന്നു. താഴേക്ക് നോക്കിയതും വീഴുകയും ചെയ്യുന്നു. അതുകൊണ്ട് പോലീസുകാർക്ക് കാർട്ടൂൺ ലോകത്തിൽ എത്തിയതാണോ എന്ന് സംശയം തോന്നുന്നു. പക്ഷെ അടുത്ത ഇൻസിഡന്റ് വളരെയധികം സ്ട്രേഞ്ച് ആണ്. ബാങ്ക് കൊള്ളയടിച്ചിട്ട് കാർട്ടൂണിലേതുപോലെ ചുവരിൽ ബ്ലാക്ക് കളർ സ്റ്റിക്കർ ഒട്ടിച്ച് അതുവഴി രക്ഷപ്പെട്ടു പോയിരിക്കുന്നു. അത് മാത്രമല്ല ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന ടൈമിൽ കാർട്ടൂണിലേതുപോലെ വലിയൊരു വെയിറ്റ് മുകളിൽ നിന്ന് വന്നു വീഴുന്നു. അതിനുശേഷം ഈ 3 ഇൻസിഡന്റ്സും കണക്ട് ചെയ്ത് നോക്കിയ ഓഫീസേഴ്സ് ഇതെല്ലാം ഒരു നഴ്സിംഗ് ഹോമിന്റെ പരിസരത്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കുന്നു. നോക്കുമ്പോൾ അവർ സംശയിച്ചതുപോലെ തന്നെ നഴ്സിംഗ് ഹോമിലുള്ള ഫ്രെഡ് എന്ന വയസ്സായ ആൾ കാരണമാണ് ഇതെല്ലാം നടക്കുന്നത്. ആക്ച്വലി ഫ്രെഡ് ഒരു പവർഫുൾ ആയ സൈക്കിക് ആണ്. അയാളുടെ മെന്റൽ കണ്ടീഷൻ കാരണം ദിവസം മുഴുവൻ കാർട്ടൂൺ കണ്ടുകൊണ്ടിരുന്ന് അയാൾ കാണുന്ന എല്ലാ കാര്യങ്ങളും റിയലായി നടക്കാൻ തുടങ്ങുന്നു. പക്ഷെ അവസാനമാണ് മനസ്സിലാവുന്നത് ഫ്രെഡ് ഇതൊന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ആ നഴ്സിംഗ് ഹോമിന്റെ ഡയറക്ടറാണ് അയാളുടെ കണ്ടീഷൻ യൂസ് ചെയ്ത് ഇതെല്ലാം ചെയ്യുന്നത്. ഒരു ഘട്ടത്തിൽ ഫ്രെഡിന്റെ പവർ വെച്ച് ആ ഡയറക്ടർ ബാങ്ക് കൊള്ളയടിക്കുമ്പോൾ ഓഫീസേഴ്സ് അവരെ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഡീൻ ആ ഡയറക്ടറിനെ പിടിക്കാനായി തോക്കു ചൂണ്ടുമ്പോൾ അത് പ്രാങ്ക് ഗണ്ണായി മാറുന്നു. അപ്പോഴാണ് അവർക്ക് പുറത്തുനിന്ന് ഫ്രെഡിന്റെ ചിന്തകളെ തടയാൻ കഴിയില്ലെന്ന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് സാമും അവരുടെ ഏഞ്ചൽ ഫ്രണ്ടും ഫ്രെഡിന്റെ മൈൻഡിനുള്ളിലേക്ക് പോകുന്നു. നോക്കുമ്പോൾ പുറത്ത് എന്താണ് നടക്കുന്നതെന്നറിയാതെ ഫ്രെഡ് തന്റെ കാർട്ടൂൺ ലോകത്ത് ഹാപ്പിയായി ജീവിക്കുന്നു. ഉടനെ ഇവർ നടന്ന എല്ലാ കാര്യങ്ങളും ഫ്രെഡിനോട് പറഞ്ഞ് അയാൾ കണ്ണു തുറന്നാൽ മാത്രമേ ഇതെല്ലാം തടയാൻ കഴിയൂ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. പക്ഷെ ഫ്രെഡിന് ആ കാർട്ടൂൺ ലോകത്ത് നിന്ന് പുറത്തേക്ക് വരാൻ ഒട്ടും താല്പര്യമില്ല. കാരണം റിയൽ ലൈഫിൽ അയാൾക്ക് കഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതേസമയം ഡയറക്ടർ എപ്പോഴത്തെയും പോലെ ബ്ലാക്ക് സ്റ്റിക്കർ യൂസ് ചെയ്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷെ ഇത്തവണ അയാൾക്ക് അത് യൂസ് ചെയ്ത് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. അതിനുശേഷമാണ് മനസ്സിലാവുന്നത് ഫ്രെഡ് അവസാന നിമിഷത്തിൽ തന്റെ മനസ്സ് മാറ്റി റിയൽ ലൈഫിലേക്ക് വന്നിരിക്കുന്നു. ദേഷ്യം വന്ന ഡയറക്ടർ ഡീനിനെ ഷൂട്ട് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഫ്രെഡ് തന്റെ പവർ യൂസ് ചെയ്ത് തന്റെ കൈകൊണ്ട് തന്നെ ഡയറക്ടറിനെ ഇല്ലാതാക്കുന്നു.